അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് സ്ട്രക്ചറിൽ അവൻ ഡോഗ് അല്ലെങ്കിൽ പപ്പി നമ്മളുമായിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യണം. അതായത് ഓണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാൻഡ്ലർ ആയിക്കോട്ടെ, ട്രെയിനർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. അപ്പോൾ അതിന് ആ ടൈം എങ്ങനെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 പോർഷനായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷൻ നമ്മൾ കെനലിൽ നിന്ന് ഇറക്കിയോ അല്ലെങ്കിൽ ക്രേറ്റിൽ നിന്ന് ഇറക്കിയോ അല്ലെങ്കിൽ റെസ്റ്റിംഗ് പ്ലേസിൽ നിന്നും ഡോഗിനെ മാറ്റിയാൽ അത് പോട്ടി അല്ലെങ്കിൽ ബാത്റൂമിൽ പോകേണ്ട ടൈം അവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഒരു 2 പോർഷൻ ചെയ്യുന്നില്ല. ഒരു ടൈമേ വന്നിട്ട് പ്ലേ സെക്ഷനും ചെയ്യുന്നില്ല, ട്രെയിനിങ് സെക്ഷനും ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ഇറക്കുന്നു, ഡോഗിനെ ലീഷിൽ കൊണ്ടുപോയി ബാത്റൂം ചെയ്യുന്നു അല്ലെങ്കിൽ പോട്ടി ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 മിനിറ്റ് നടക്കുന്നു, അത് നേരെ ക്രേറ്റിലേക്കോ അല്ലെങ്കിൽ അതിലേക്ക് റെസ്റ്റിംഗ് പ്ലേസിലേക്കോ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇതൊരു ടൈം. ഇങ്ങനെ ഒരു ടൈം എൻജോയ് ചെയ്യാം. ഒരു വാക്കിങ്ങിന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു നമ്മുടെ കാമ്പൗണ്ട് ചുറ്റും കൊണ്ടുപോകാം. അത് നിങ്ങളുടെ സൗകര്യം. രണ്ടാമത്തെ ടൈം എൻഗേജ്മെന്റ് സെക്ഷനിൽ തന്നെയാണ് രണ്ടാമത്തെ പോർഷൻ. അവരുമായിട്ട് എങ്ങനെ കളിക്കാം. അപ്പോൾ പപ്പിയുമായിട്ട് കളിക്കുന്ന, ഡോഗുമായിട്ടും പ്ലേ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ഫെച്ച് കളിക്കുകയാണ്. ഫെച്ച് എല്ലാവർക്കും അറിയാം, ബോൾ എടുത്ത് എറിഞ്ഞു കൊടുക്കുക, അത് എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. 100% ആളുകളും ബോളിനെ എടുത്തെറിഞ്ഞു കൊടുത്താൽ അവൻ എടുത്തിട്ട് നമ്മളടുത്ത് വന്നില്ലെങ്കിൽ നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകും. അത് വളരെ തെറ്റാണ്. അവൻ എടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ അവനെ വിട്ടുപോകുക, അവനെ വിട്ടുപോവുക. അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് എറിഞ്ഞു കൊടുത്തു, അവൻ പോയി എടുത്തു, അവൻ തിരിച്ച് പകുതി ദൂരം വന്നു, നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ തിരിഞ്ഞിട്ട് നമ്മൾ നേരെ ബാക്കിൽ പോക്കണം. എന്നിട്ട് അവിടെ പോയി ഇരിക്കണം, അവനെ നോക്കാതിരിക്കണം. അപ്പോൾ അവൻ തിരിച്ചു വരും. അങ്ങനെ എൻഗേജ് ചെയ്യണം. ബോൾ കൊടുത്ത് എറിഞ്ഞു കൊടുത്ത് ടച്ച് ചെയ്യുക. അതേപോലെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക. അവനെ നമ്മൾ പതുക്കെ എവിടെയെങ്കിലും പോയി മറിഞ്ഞു നിൽക്കുക, പേര് വിളിക്കുക, തിരിച്ചു വരിക. പിന്നെ നമ്മൾ അവനെ നമ്മളിലേക്ക് വിളിച്ചിട്ട് നന്നായിട്ട് പാറ്റ് ചെയ്യുക. ഇതാണ് എൻഗേജ്മെന്റ് ആയിട്ട് നമ്മളുമായിട്ട് ചെയ്യുന്ന പ്ലേ സെക്ഷൻസ് വരുന്നത്. ടഗ് ഓഫ് വോർ കളിക്കാം, ഡോഗിനെ കടിക്കുക, എന്തെങ്കിലും ടഗ് ടോയിൽ കടിക്കുക, വിടാൻ പറയുക. ഇതൊരു പ്ലേ സെക്ഷനാണ്. ഇതിൽ ഒരു കാരണവശാലും ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് ആദ്യത്തെ സ്റ്റേജിൽ ഒരു കാരണവശാലും ബേസിക് കമാൻഡ്സോ ട്രെയിനിങ് സിസ്റ്റമോ യൂസ് ചെയ്യരുത്. നമ്മൾ കളിക്കുന്ന റൂളുകൾ വ്യക്തമായതിനു ശേഷം മാത്രമേ ഇവരെ ബേസിക് കമാൻഡ്സ് യൂസ് ചെയ്യാവൂ. റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോൾ എടുത്ത് എറിഞ്ഞു കൊടുത്ത് അവൻ കണ്ടിന്യൂസ്ലി എൻ്റെ അടുത്ത് തന്നെ വന്ന് എൻ്റെ കൈ തരികയാണ് എന്നുള്ളതാണ് റൂൾ നമ്പർ 1. ആ ബോൾ ഞാൻ എടുത്തെറിഞ്ഞതിന് ശേഷം ഞാൻ എടുക്കാൻ പറഞ്ഞാലും എടുക്കാവൂ എന്നുള്ളതാണ് റൂൾ നമ്പർ 2. ഇങ്ങനെ ഒരു റൂളുകൾ ആ പ്ലേയിൽ വെച്ച് അത് ശക്തമായിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ അതിലേക്ക് കം, സേ, ഡൗൺ, സ്റ്റാൻഡ് ഇതെല്ലാം ആഡ് ചെയ്യാവൂ. ഇതാണ് രണ്ടാമത്തെ സെഷൻ. മൂന്നാമത്തെ അവന്റെ ലൈഫ് സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ചാൽ അവൻ ഒറ്റയ്ക്ക് നമ്മൾ ട്രെയിനിങ്ങും പ്ലേയും ഒന്നും ചെയ്യാത്തപ്പോൾ അവൻ എങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അവൻ ഒറ്റയ്ക്ക് കാമ്പൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ അവൻ സൗണ്ട് കേട്ടാൽ എത്ര കുറയ്ക്കണം, എങ്ങനെ ചാർജ് ചെയ്ത് പോകണം, പിന്നെ അവൻ വീട്ടിനകത്ത് കയറുമ്പോൾ എൻ്റെ പെർമിഷൻ മേടിച്ചിട്ടേ കയറാവൂ, അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ അവൻ എവിടെ വന്ന് എൻ്റെ റൂമിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കിടക്കണം, എൻ്റെ കിച്ചണിൽ കയറാൻ പാടുണ്ടോ, എൻ്റെ ബെഡ്റൂമിൽ കയറാൻ പാടുണ്ടോ, അത് കമാൻഡ് ഓറിയന്റഡ് ആവരുത്. അവനായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യിക്കേണ്ടത്. അതിന് കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്, കുറേ രീതികളുണ്ട്. ഓരോ ഡോഗിനും ഡിഫറൻസ് ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനെപ്പറ്റി നമുക്ക് ഇനി ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നേ ഉള്ളൂ. സോ ഇതാണ് 3 തലങ്ങളായിട്ട് ഒരു ഡോഗിനെ നർച്ചർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ സൈക്കോളജിയെ മോഡിഫൈ ചെയ്യുന്ന ഒരു ടൈംസ്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ പോർഷൻ ഞാനിവിടെ എൻഡ് ചെയ്യുന്നു.